ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ സ്പ്രെഡ് സ്ട്രാറ്റജി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കുറേ സ്ട്രാറ്റജീസ് ഓപ്ഷൻ കോൺട്രാക്റ്റ് വെച്ചിട്ട് നമ്മൾക്കൊരു അസറ്റിൽ ഉണ്ടാകുന്ന റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന കുറേ കോൺസെപ്റ്റുകൾ സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ട്രിപ്പ്, സ്ട്രാപ്പ്, സ്ട്രാങ്കിൾ, സ്ട്രാഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള 4 സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതേപോലെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഓപ്ഷൻ സ്പ്രെഡ് സ്ട്രാറ്റജി. Spreads are created with the positions on the same type of options on the same asset but with different strike prices. അപ്പോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് എടുത്തുകൊണ്ട് സെയിം അസറ്റ് തന്നെ, അതായത് നമുക്ക് ഒരു അസറ്റിൽ റിസ്ക് ഉണ്ടെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് അസറ്റ് ആയിരിക്കും ആൻഡ് സെയിം ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുക്കുന്ന സമയത്ത് അഗ്രി ചെയ്യുന്ന പ്രൈസിനെയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഓപ്ഷൻ സ്പ്രെഡ് സ്ട്രാറ്റജി നമ്മൾ എടുക്കുമ്പോൾ 2 ഓപ്ഷൻ കോൺട്രാക്ട്സ് സിമിലർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ അസറ്റും ഓപ്ഷൻസൊക്കെ സെയിം ആണ്, സിമിലർ ആണ്, പക്ഷേ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് മാത്രം ഡിഫർ ആയിട്ടുള്ള 2 കോൺട്രാക്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സ്ട്രാറ്റജീസിനെ ഓപ്ഷൻ സ്പ്രെഡ് സ്ട്രാറ്റജി എന്ന് പറയും. Thus, an option spread trading strategy involves taking a position in 2 or more options of the same type simultaneously on same asset but with different strike prices. അപ്പോൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് നമ്മൾ സെയിം അസറ്റിൽ പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസിൽ എടുക്കുകയാണെങ്കിൽ അതിനെ സ്പ്രെഡ് സ്ട്രാറ്റജി എന്ന് പറയും. ഓപ്ഷൻ സ്പ്രെഡ് മേ ബി ക്ലാസിഫൈഡ് അണ്ടർ 3 categories: വെർട്ടിക്കൽ സ്പ്രെഡ്, ഹൊറിസോണ്ടൽ സ്പ്രെഡ് ആൻഡ് ഡയഗണൽ സ്പ്രെഡ്. നമുക്ക് ഓപ്ഷൻ സ്പ്രെഡിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഡയഗണൽ. അതിൽ ഫസ്റ്റ് വൺ വെർട്ടിക്കൽ സ്പ്രെഡ്. ദിസ് ഇസ് എൻ ഓപ്ഷൻ സ്പ്രെഡ് മെയ്ഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസ് ഐദർ കോൾ ഓർ പുട്ട് ഹാവിങ് ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസ് ബട്ട് ദ സെയിം മെച്യൂരിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്പ്രെഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അത് സെയിം അസറ്റ് മെച്യൂരിറ്റി ഒക്കെ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. സോ ഒരു വെർട്ടിക്കൽ സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി നമ്മളൊരു ഓപ്ഷൻ ഒരു 2 കോൺട്രാക്ട്സ് നമ്മൾ സെയിം മെച്യൂരിറ്റി അല്ലെങ്കിൽ സെയിം അസറ്റിൽ 2 ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുക്കുകയാണ്, പക്ഷെ അതിൽ സ്ട്രൈക്ക് പ്രൈസ് മാത്രം ഡിഫറെൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്പ്രെഡ് സ്ട്രാറ്റജീനെ നമ്മൾ വെർട്ടിക്കൽ സ്പ്രെഡ് എന്ന് പറയും. അപ്പോൾ വെർട്ടിക്കൽ സ്പ്രെഡിൽ സ്ട്രൈക്ക് പ്രൈസ് മാത്രമായിരിക്കും ഡിഫറെൻറ്റ്, അസറ്റ് ആൻഡ് മെച്യൂരിറ്റി പീരീഡ് 2 ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെയും സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ horizontal spread. This strategy involves taking option position in similar options, either call or put, having different expiration dates but with same strike price. നമ്മൾ വെർട്ടിക്കൽ സ്പ്രെഡ് പറഞ്ഞപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തു, അതായത് വെർട്ടിക്കൽ സ്പ്രെഡിൽ അസറ്റും ഓപ്ഷൻ കോൺട്രാക്ട്സ് ഒക്കെ സിമിലർ ആയിരിക്കും, പക്ഷെ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും ഡിഫറെൻറ്റ്. പക്ഷെ ഒരു ഹൊറിസോണ്ടൽ സ്പ്രെഡിൽ ഒരു അസറ്റിൽ നമ്മൾ 2 ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുക്കുകയാണ്, കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനോ. അതിന് സെയിം സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും 2 അസറ്റിനും, പക്ഷേ മെച്യൂരിറ്റി ഡേറ്റ് മാത്രം ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്പ്രെഡിനെ നമ്മൾ ഹൊറിസോണ്ടൽ സ്പ്രെഡ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഡയഗണൽ സ്പ്രെഡ്. ദിസ് ഇൻവോൾവ്സ് ടേക്കിംഗ് പൊസിഷൻ ഇൻ ഓപ്ഷൻ ഓഫ് ദ സെയിം ടൈപ്പ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റീസ്. ഡയഗണൽ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. വെർട്ടിക്കലിൽ നമ്മൾ പറഞ്ഞു സ്ട്രൈക്ക് പ്രൈസ്, അസറ്റ്സിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് മാത്രമായിരിക്കും ഡിഫറെൻറ്റ്. ഹൊറിസോണ്ടലിൽ നമ്മൾ പറഞ്ഞു സ്ട്രൈക്ക് പ്രൈസ് സെയിം ആയിരിക്കും, മെച്യൂരിറ്റി ഡേറ്റ് മാത്രമായിരിക്കും ഡിഫറെൻറ്റ്. പക്ഷെ ഒരു ഡയഗണൽ സ്പ്രെഡിൽ 2 ഓപ്ഷൻ കോൺട്രാക്ട്സിൻ്റെയും മെച്യൂരിറ്റി ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസും ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെ ഡയഗണൽ സ്പ്രെഡ് എന്ന് പറയും. സ്പ്രെഡ് സ്ട്രാറ്റജീസ് ക്യാൻ ബി ഇവോൾവ്ഡ് ഫോർ ബെയറിഷ് കണ്ടീഷൻസ് ആൻഡ് ബുള്ളിഷ് കണ്ടീഷൻസ്. നമുക്ക് സ്പ്രെഡ് സ്ട്രാറ്റജീസ് ബെയറിഷ് കണ്ടീഷൻസിനും ബുള്ളിഷ് കണ്ടീഷൻസിനും എടുക്കാം. അക്കോർഡിംഗ്ലി spread can be classified into bull spread and bear spreads. നമുക്ക് സ്പ്രെഡിനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ബുൾ സ്പ്രെഡും ബെയർ സ്പ്രെഡും. ഫസ്റ്റ് വൺ ബുൾ സ്പ്രെഡ്. ബുൾ സ്പ്രെഡ്സ് ഇൻക്ലൂഡ് കോൾ ബുൾ സ്പ്രെഡ്, പുട്ട് ബുൾ സ്പ്രെഡ്, കോൾ ബാക്ക് സ്പ്രെഡ്, പുട്ട് ബാക്ക് സ്പ്രെഡ്. നമ്മൾ പറഞ്ഞു നമുക്ക് സ്പ്രെഡ് സ്ട്രാറ്റജീസിന് കുറേ ടൈപ്പ്, ബുള്ള്, ബിയറിഷ്, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആ ബുള്ളിലുള്ളതാണ് കോൾ ബുള്ള്, പുട്ട് ബുള്ള്, കോൾ ബാക്ക് സ്പ്രെഡ്, പുട്ട് ബാക്ക് സ്പ്രെഡ്. അതിൽ ഫസ്റ്റ് വൺ കോൾ ബുൾ സ്പ്രെഡ്സ്. In this strategy, the investor buys a call option on stock at a lower strike price and sells a call option with a higher strike price.
അതായത് ഒരു സ്ട്രാറ്റജി, ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റർ ഒരു കോൾ ഓപ്ഷൻ മേടിക്കുകയാണ്. ഒരു അസറ്റ് സ്റ്റോക്ക് ആണെങ്കിൽ ആ സ്റ്റോക്കിലുള്ള ഒരു കോൾ ഓപ്ഷൻ, ഫ്യൂച്ചറിൽ ഒരു അസറ്റ് മേടിക്കാനുള്ള ഒരു കോൾ ഓപ്ഷൻ എടുത്തു. അതിൽ സ്ട്രൈക്ക് പ്രൈസ് ലോവർ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ ഒരു കോൾ ഓപ്ഷൻ മേടിക്കാനുള്ള സ്ട്രൈക്ക് പ്രൈസ് ലോവർ ആയിട്ടുള്ള ഒരു കോൾ ഓപ്ഷൻ മേടിക്കാം. ആൻഡ് സെൽസ് കോൾ ഓപ്ഷൻ വിത്ത് ഹയർ സ്ട്രൈക്ക് പ്രൈസ് ബട്ട് വിത്ത് സെയിം മെച്യൂരിറ്റി. അപ്പോൾ കോൾബിൾ സ്പ്രെഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സമയം മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിന് കോൾബിൾ സ്പ്രെഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ലോവർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള കോൾ ഓപ്ഷൻ മേടിക്കുകയും ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള കോൾ ഓപ്ഷൻ നമ്മൾ വിൽക്കുകയും ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് കോൾ ബുൾ സ്പ്രെഡ് എന്ന് പറയാം. എ ബുൾ സ്പ്രെഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ പ്രൈസസ് ആർ എക്സ്പെക്റ്റഡ് ടു ഗോ അപ്പ്. നമുക്കറിയാം കോൾ ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത് ഫ്യൂച്ചറിലെ അസറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ പ്രൈസ് ഇൻക്രീസിനെ ഹെഡ്ജ് ചെയ്യാനാണ് നമ്മളൊരു കോൾ ഓപ്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ബുൾ സ്പ്രെഡ്, കോൾ ബുൾ സ്പ്രെഡ് നമ്മൾ എടുക്കുന്നത് പ്രൈസ്, അസറ്റ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു കോൾ ബുൾ സ്പ്രെഡ് എടുക്കുക. ഹിയർ ദ ട്രേഡർ ഹോപ്സ് ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഒരു ട്രേഡർ നമ്മൾ അണ്ടർലൈങ് അസറ്റ് എന്താണോ, സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക്, അപ്പോൾ നമ്മളെ കയ്യിൽ ഓൾറെഡി ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാനുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ പ്രൈസ് റൈസിനെ ഹെഡ്ജ് ചെയ്യാൻ, അതിൽ നിന്നും ആ ഹെഡ്ജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ കോൾ ബുൾ സ്ട്രാറ്റജി എടുക്കുന്നത്. There is a spread strategy because it involves buying one option and selling a related option. അപ്പോൾ അവിടെ സ്പ്രെഡ് സ്ട്രാറ്റജി ഉണ്ടെന്ന് പറയാൻ കാരണം നമ്മളൊരു ഓപ്ഷൻ മേടിക്കുകയും വേറൊരു ഓപ്ഷൻ വിൽക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് അവിടെ ഒരു സ്പ്രെഡ് എന്ന് നമുക്ക് പറയാം. ജനറലി കോൾ വിത്ത് എ ലോവർ എക്സൈസ് പ്രൈസ് ഹാസ് എ ഗ്രേറ്റർ പ്രീമിയം. നമ്മൾ പറഞ്ഞു ഇവിടെ ലോവർ എക്സൈസ് പ്രൈസ് ഉള്ളത് നമ്മൾ മേടിക്കുകയും ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള കോൾ ഓപ്ഷൻ നമ്മൾ വിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ ഈ ലോവർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഓപ്ഷൻ ആയിരിക്കും പൊതുവെ പ്രീമിയം കൂടുതൽ എന്ന് പറയുന്നുണ്ട്. If the stock price lies between the strike price of the two calls, the purchased call is in the money while the call sold expires unexercised. അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ്, നമ്മൾ അഗ്രി ചെയ്ത സ്ട്രൈക്ക് പ്രൈസിൻ്റെയും രണ്ട് കോൾസിൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത കോൾ, അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു അസറ്റ് മേടിക്കാൻ ഒരു കോൾ ഓപ്ഷൻ എടുത്തല്ലോ, അപ്പോൾ ആ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ മണി ആയിരിക്കും. പക്ഷെ നമ്മൾ വിറ്റ കോള് ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ എക്സസൈസ് ചെയ്യില്ല. Thus the payoff equals the difference between the stock price and the lower exercise or strike price. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസ്, ഇപ്പോൾ എന്താണോ സ്പോട്ടിൽ അസറ്റിൻ്റെ പ്രൈസ് ഉള്ളത്, ആൻഡ് നമ്മളുടെ ലോവസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് എന്താണുള്ളത്, അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും നമ്മളുടെ പേ ഓഫ് എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റോക്ക് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഹയർ എക്സസൈസ് ഓഫ് സ്ട്രൈക്ക് പ്രൈസ് ബോത്ത് ഓപ്ഷൻസ് ആർ ഇൻ ദ മണി. ഇപ്പോൾ അസറ്റിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹയർ എക്സസൈസ്, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഓപ്ഷൻ, ആ സ്ട്രൈക്ക് പ്രൈസിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസിനെയും ഇൻ ദ മണി എന്ന് പറയാൻ പറ്റും. The payoff equals the difference between the exercise price of the two options. അപ്പോൾ അവിടെ പേ ഓഫ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷൻസിൻ്റെയും എക്സസൈസ് പ്രൈസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. The payoff equals difference between the exercise price of the two options. The maximum loss is limited to the premium paid for long call minus the premium received on short call. നമുക്ക് അവിടെ ഇൻവെസ്റ്ററിന് ഈ സ്ട്രാറ്റജിയിലൂടെ ഉണ്ടാകുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മളൊരു ലോങ് കോൾ, അതായത് ഒരു കോൾ ഓപ്ഷൻ മേടിക്കാൻ എടുത്ത പ്രീമിയം പ്ലസ് നമ്മളൊരു ഷോർട്ട് കോൾ സെൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മൈനസ് നമുക്ക് ഷോർട്ട് കോൾ, നമ്മളൊരു കോൾ ഓപ്ഷൻ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ പ്രീമിയം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് ആ ട്രേഡർക്ക് ഈ സ്ട്രാറ്റജിയിലൂടെ ഉണ്ടാകുന്ന മാക്സിമം ലോസ്. എ കോൾ ബുൾ സ്പ്രെഡ് ഈസ് യൂസ്ഡ് when the trader thinks that the price of the underlying asset will go up moderately in the market. അപ്പോൾ കോൾ ബുൾ സ്പ്രെഡ് എടുക്കുന്നത് ഫ്യൂച്ചറിൽ ഒരു അസറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു കോൾ ബുൾ സ്ട്രാറ്റജി എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബുൾ പുട്ട് സ്ട്രാറ്റജി. ബുൾ സ്പ്രെഡ് ക്യാൻ ഓൾസോ ബി ക്രിയേറ്റഡ് യൂസിങ് പുട്ട്സ്. നമുക്കൊരു പുട്ട് ഓപ്ഷനുകൊണ്ട് ബുൾ പുട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കാം. ദിസ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ബൈയിങ് ആൻ ഔട്ട് ഓഫ് ദ മണി പുട്ട് at a higher strike price and selling an in the money put at a lower strike price on the same asset with the same expiry date. അപ്പോൾ പുട്ട് സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സെയിം അസറ്റ്, സെയിം എക്സ്പയറി ഡേറ്റ് ഉള്ള സെയിം അസറ്റ്
അതിൽ ബൈയിങ് ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു അസറ്റിന്, ഇപ്പോൾ സ്റ്റോക്ക് ആണെങ്കിൽ അതിന് ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഓപ്ഷന് ബൈ ചെയ്യുക ആൻഡ് ലോവർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഓപ്ഷൻസ് സെല് ചെയ്യുക. അതാണ് ബുൾ പുട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. The premium received on short put is higher than the premium received on the long put. അപ്പോൾ നമുക്ക് പ്രീമിയം ഷോർട്ട് പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്ന പുട്ടാണ്. സോ നമുക്ക് പ്രീമിയം കിട്ടുന്നത് ഷോർട്ട് പുട്ടിലായിരിക്കും പ്രീമിയം ഹൈ ഉണ്ടാവുക. ഓക്കെ, ഓൺ എക്സ്പയറി ഇഫ് ദ സ്റ്റോക്ക് പ്രൈസ് റിമെയിൻസ് ബിലോ ദ ലോവർ എക്സൈസ് പ്രൈസ് both options are exercised and the position is closed for the difference between the two exercise price. ഇനി എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എത്ര ഡേറ്റിനാണോ ഈ കോൺട്രാക്റ്റ് എടുത്തത്, ആ എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ നമ്മളുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ലോവർ എക്സൈസ് പ്രൈസ്, അതായത് ചെറിയ എക്സൈസ് പ്രൈസിന് നമ്മൾ മേടിച്ച പുട്ട് ഓപ്ഷൻ അതിനേക്കാളും ലോവർ ആണെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് പ്രൈസ് രണ്ട് ഓപ്ഷൻസും എക്സൈസ് ചെയ്യും ആൻഡ് ദ പൊസിഷൻ അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ പേ ഓഫ് എന്ന് പറയുന്നത് രണ്ട് എക്സൈസ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ദിസ് റിസൾട്ട്സ് ഇൻ ഓവറോൾ ലോസ് ഓഫ് ദ ഇനീഷ്യൽ ക്രെഡിറ്റ്, ഹയർ പ്രീമിയം റിസീവ്ഡ് ഓൺ ഷോർട്ട് പുട്ട് മൈനസ് ലോവർ പ്രീമിയം പെയ്ഡ് ഓൺ ലോങ് പുട്ട് മൈനസ് ദ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഓവറോൾ ലോസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് നമ്മൾക്ക് കൊടുത്ത പ്രീമിയം മൈനസ് നമ്മൾക്ക് കിട്ടിയ പ്രീമിയം, അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് അവിടെ ലോസ് ആണ് ഉണ്ടാവുക. ഇഫ് ദ സ്റ്റോക്ക് പ്രൈസ് ഇസ് ബിറ്റ്വീൻ ദ ടു എക്സൈസ് പ്രൈസ്, the put with lower excise price would remain unexercised, resulting in a net profit equal to the initial premium minus the difference between the excise price and the stock price. അപ്പോൾ എക്സ്പയറേഷൻ ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് എക്സൈസ് പ്രൈസ്, നമ്മൾ അഗ്രി ചെയ്ത രണ്ട് എക്സൈസ് പ്രൈസിൻ്റെ നടുവിലാണെങ്കിൽ നമ്മളുടെ ലോവർ എക്സൈസ് പ്രൈസിലുള്ള പുട്ട് നമ്മൾ എക്സൈസ് ചെയ്യില്ല. ഇറ്റ് വുഡ് റിമെയിൻ അൺഎക്സസൈസ്ഡ്, റിസൾട്ടിങ് ഇൻ എ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു ദ ഇനീഷ്യൽ പ്രീമിയം. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്ത പ്രീമിയം മൈനസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സസൈസ് പ്രൈസ് ആൻഡ് ദ സ്റ്റോക്ക് പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഫോർ ദ സ്റ്റോക്ക് പ്രൈസ് എക്സീഡിങ് ദ ഹയർ എക്സൈസ് പ്രൈസ്, both the puts expire unexercised, leading to no payoffs and a net profit equal to the initial credit or premium. ഇനി സ്റ്റോക്ക് പ്രൈസ് ഹയർ എക്സൈസ് പ്രൈസിനേക്കാളും കൂടുകയാണെങ്കിൽ രണ്ട് പുട്ട് നമ്മൾ എക്സൈസ് ചെയ്യില്ല, കാരണം നമുക്ക് പ്രോഫിറ്റബിൾ ആവില്ല. ആൻഡ് നമുക്ക് ഓവറോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ കിട്ടിയ പ്രീമിയം ആയിരിക്കും. ഇൻ കേസ് ഓഫ് എ പുട്ട് ബുൾ സ്പ്രെഡ്, ദ ഓപ്ഷൻ ട്രേഡർ വിൽ ഹാവ് എ ലോങ് പുട്ട് ഓപ്ഷൻ വിത്ത് എ ലോവർ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് അനദർ പുട്ട് ഓപ്ഷൻ വിത്ത് എ ഹയർ സ്ട്രൈക്ക് പ്രൈസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഒരു ഫുട്ബോൾ സ്ട്രാറ്റജിയിൽ ലോവർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ മേടിക്കുകയും അതുപോലെ ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള പുട്ട് ഓപ്ഷൻ നമ്മൾ വിൽക്കുകയാണ് ചെയ്യുക. മാക്സിമം ലോസ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ദ ടു പുട്ട്സ് മൈനസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ്. അപ്പോൾ ഒരു ട്രേഡർക്ക് ഈ സ്ട്രാറ്റജി എടുക്കുന്നതിലൂടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് രണ്ട് പുട്ട്സിൻ്റെയും സ്ട്രൈക്ക് പ്രൈസ് മൈനസ് അതിൽ നിന്നും നെറ്റ് പ്രീമിയം റിസീവ്ഡ്, അതായിരിക്കും അയാളുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. മാക്സിമം പ്രോഫിറ്റ് ഇസ് ലിമിറ്റഡ് ടു ദ നെറ്റ് പ്രീമിയം റിസീവ്ഡ്. അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത സമയത്ത് അയാൾക്ക് കിട്ടിയ പ്രീമിയം ആയിരിക്കും. This strategy is used when the trader thinks that the price of the underlying asset will go down in the future. Okay, ഇവിടെ ഡൗൺ ആയിരിക്കും, ഡൗൺ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു ബുൾ പുട്ട് സ്ട്രാറ്റജി എടുക്കുന്നത്. ഓക്കെ, സോ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, നമുക്കൊന്നും കൂടിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.